ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു സ്മൂത്തി മിക്സാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി മിക്സാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ജിമ്മിലൊക്കെ പോകുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഹെൽത്ത് മിക്സാണിത്. ഹെൽത്ത് ഡ്രിങ്കിന് ഏറ്റവും പറ്റിയാണ്, സ്മൂത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഫ്രണ്ട്സ്. നമ്മൾ ചിയാ സീഡ്, ഫ്ലക്സ് സീഡ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് സെസമി സീഡും കൂടെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കും. ഏകദേശം ഇത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ച് സെസമി സീഡും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുകയാണ്. ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് പൊടിച്ചെടുക്കും. എല്ലാം പൊട്ടി തെറിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് മൂടി വെച്ചിട്ട് തെറിച്ചു പോകും. അങ്ങനെ നമ്മുടെ ഫ്ലക്സ് സീഡും സെസമി സീഡും അതുപോലെ തന്നെ ചിയ സീഡും ഒക്കെ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മത്തങ്ങാക്കുരു ഇടുകയാണ്, പംകിൻ സീഡ് ഇടുകയാണ്. അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം വേണേൽ കാഷ്യൂനട്ടും നമുക്ക് ആഡ് ചെയ്ത് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇടുന്നവർക്കാണെങ്കിൽ അതായാലും മതി. ഇനി അടുത്തത് നമ്മൾ കാഷ്യൂനട്ടാണ്, പീനട്ടാണ്. നമ്മൾ ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് ഇതിൻ്റെ തൊലി മാറ്റിയിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിനോടൊപ്പം കുറച്ച് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് വേണ്ടവർക്ക് ഞാൻ ഉണക്കലരി എടുത്ത് അതും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിൽ ആദ്യം നമ്മൾ വറുത്തെടുത്തെല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് അതായത് സെസമി സീഡും ഫ്ലക്സ് സീഡും പിന്നെ ചിയ സീഡും ഒക്കെ പൊടിച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഉണക്കലരി വറുത്ത് പൊടിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ നമ്മുടെ പംകിൻ സീഡ് പൊടിച്ചെടുത്തു. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കടല ഇവിടെ, അതായത് പീനട്ട് നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനെ നമ്മളൊന്ന് പൊടിച്ച് ഇതിനോട്ട് കൂടി ചേർക്കുന്നതാണ്. അപ്പോൾ അത് ഞാനൊരു ക്രഷ്ഡ് രീതിയിലാണ് അടിച്ചേക്കുന്നത്. കുറച്ച് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. ഇനി ഇതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ നമ്മുടെ പനം ശർക്കര എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. അതുമൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് റാഗി കുറുക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു കട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്ത ശേഷം നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്തു. അതാണ് നമ്മുടെ ഹെൽത്ത് മിക്സ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചേക്കുന്ന ഏത്തക്കയുടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓട്സിൻ്റെ പൊടിയും കൂടെ ചേർക്കണം. അതായത് ഓട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതും പൊടിച്ചത് നമ്മൾ ഈ ഹെൽത്ത് മിക്സിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്ത് മിക്സ്. ഇതാണ് ഓട്സ്, അതും കൂടെ ആഡ് ചെയ്യുകയാണ്. ഓട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചതാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് ജസ്റ്റ് മിൽക്കിനകത്താക്കി ആക്കിയിട്ട് നമ്മൾ ഒന്ന് മിൽക്ക് ഷേക്ക് പോലെ ആക്കി നമുക്ക് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു സ്മൂത്തി പോലെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പം ഇതിലൊരു 4 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ എടുത്താലും മതി. ഓരോരുത്തരുടെ ആവശ്യാനുസരണം എടുത്തിട്ട് ഒരു ഗ്ലാസ് മിൽക്കുമായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കോൺഫ്ലെക്സ് ഇടാം, അല്ലെങ്കിൽ റാഗി ഫ്ലേക്സ് ഇടാം, അതും അല്ലെങ്കിൽ നമുക്ക് റൈസ് ഫ്ലേക്സ് ഇടാം. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ വേണമെങ്കിൽ മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാം കൂടെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കടിക്കുന്ന രീതിയിൽ എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ഹെൽത്ത് മിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 ടീസ്പൂൺ, ഈ ഒരു ടീസ്പൂണിന് നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ച മിൽക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ റാഗി ഫ്ലേക്സും ഇടുന്നുണ്ട്, പിന്നെ കിസ്മിസും. അപ്പം നമ്മൾ മിൽക്കൊക്കെ ബോയിൽ ചെയ്തെടുത്തു. ആ മിൽക്ക് ബോയിൽ ചെയ്തതിനെ നമ്മൾ ഈ ഒരു ഹെൽത്ത് മിക്സിലേക്ക് ഒഴിച്ച് അതൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേണേൽ മിക്സിയിലടിക്കാം, ബ്ലെൻഡറിലടിക്കാം, വെറുതെ ജസ്റ്റ് ഒന്ന് സ്പൂണിട്ട് ഇളക്കിയാലും മതി. കാരണം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ക്രഷ്ഡായിട്ടുള്ള പീനട്ടൊക്കെ ആകുമ്പോൾ അത് ഒരു നല്ലൊരു ഇതാണ്, നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിച്ച് കഴിക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസോ ഫ്രൂട്ട്സോ അത് മറ്റെന്താണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് വേണേൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. പ്രോട്ടീനുണ്ട്, അതുപോലെ തന്നെ ഫ്ലക്സ് സീഡിൻ്റെ ചിയ സീഡിൻ്റെയൊക്കെ എല്ലാവിധ ഗുണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പംകിൻ സീഡിൻ്റേതുണ്ട്. പിന്നെ എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള ഒരു ഡ്രിങ്കാണിത്. ഇത് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു എനർജിയും പിന്നെ നമുക്കൊന്നും ഒരു 3-5 മണിക്കൂറത്തേക്ക് നമുക്കൊന്നും കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് വളരെ ഈസിയാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ ഇത് മാത്രം കുടിച്ചാലും മതിയാകും. വേറെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കണമെന്നില്ല. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റിന് വേണ്ടി ഞാൻ കുറച്ച് അരി വറുത്ത് പൊടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓട്സിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനിയും പ്രത്യേകിച്ച് ഷുഗറൊന്നും ആഡണ്ട. ഞാൻ പനം ശർക്കര ഇട്ട് വെക്കുന്നതുകൊണ്ട് അത് തന്നെ ധാരാളമാണ്. വളരെ ഹെൽത്തിയാണ്. ഞാനത് കുടിച്ചിട്ട് 2 ദിവസം വൈകുന്നേരം കുടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡിന്നറൊന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. ഇത് രാവിലെ ആണെങ്കിൽ അത് അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. പിന്നെ വൈകുന്നേരം രാത്രിയിൽ കുടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ മാറി നല്ല ഉറക്കം കിട്ടും. അതാണ് ഒരു പ്രത്യേകത. അതായത് എനിക്കാണെങ്കിൽ ശരിക്കും ഉറക്കം രാത്രിയിൽ വരില്ലായിരുന്നു. അപ്പം ഞാനിത് കുടിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഞാൻ ഉറങ്ങി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെയൊക്കെ കുടിക്കാനായിട്ട് അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്മൂത്തി എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് മിക്സ് വെച്ച് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്. അതോടൊപ്പം തന്നെ വളരെയധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് കുടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക എനർജിയൊക്കെ ഒരു ബൂസ്റ്റപ്പ് പോലെ നമുക്ക് തോന്നും. അപ്പം അത് നമുക്ക് ഈ ഒരു ഹെൽത്ത് മിക്സിലൂടെ എളുപ്പത്തിൽ നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അടുത്ത ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മൾ ഓൾറെഡി അവലൊക്കെ ഇട്ട് നമ്മളുണ്ടാക്കി. റാഗിയുടെ ഫ്ലേക്സാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. സാധാരണ റൈസ് ഫ്ലേക്സ് വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലേക്സും ഇതിനകത്തിട്ട് നമുക്ക് രാവിലെ കഴിക്കാം. ഇതില്ല എങ്കിൽ ജസ്റ്റ് നമ്മളൊരു മിൽക്ക് ഷേക്ക് പോലെ മിൽക്ക് ഒഴിച്ച് നമ്മൾ മിക്സിയിൽ അടിച്ച് തണുപ്പിച്ചെടുത്ത് വേണമെങ്കിലും നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഉണ്ടാക്കി. ഫ്രണ്ട്സ്, നമ്മുടെ ഹെൽത്ത് മിക്സ് കൊണ്ട് നമ്മൾ ഒരു മിൽക്ക് ഷേക്ക് കൂടെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസ് ഞാനൊന്നുകൂടെ പറയാം. ഞാനിതിനകത്ത് ചിയ സീഡ് ചേർത്തു, ഫ്ലക്സ് സീഡ് ചേർത്തു, അതുപോലെ തന്നെ സെസമി സീഡ് ചേർത്തു, പിന്നെ നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡ് ചേർത്തു, അതുപോലെ തന്നെ നമ്മൾ പീനട്ട് ഡ്രൈ റോസ്റ്റ്, ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചെടുത്തത്. സെപ്പറേറ്റ് പൊടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്ത് മറ്റ് കുറച്ച് ജീരകം കൂടെ ചേർത്ത്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട്. വേണമെങ്കിൽ കരിഞ്ജീരകവും കൂടെ ചേർക്കാം. ഇതോടൊപ്പം ഞാൻ നമുക്ക് ഏത്തയ്ക്കാപ്പൊടി കുറച്ച് ചേർക്കാം നമുക്ക്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആഡ് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ വേറെ എന്തൊക്കെയാണോ നമുക്ക് സ്മൂത്തിക്ക് വേണ്ട അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം തൽക്കാലം ഞാൻ ഇത്രയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഞാൻ മിൽക്കും കൂടെ ചേർത്തൊരു സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ സ്മൂത്തി ജാറിലേക്ക് ഞാൻ ഒരു 2-3 സ്പൂൺ ഇടുകയാണ്. 4 സ്പൂൺ ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് അടച്ചു. ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് എടുത്തു. ഇതോടൊപ്പം തന്നെ ഞാൻ ഓട്സിൻ്റെ പൊടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പം അത് നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിത് സ്മൂത്തി ജാറിലൊക്കെ ഒഴിച്ച് ഞാനിതൊന്ന് സ്മൂത്തി അടിക്കാൻ പോവാണ്. ഓണാക്കാം.
കേക്ക് നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്, നല്ല സ്മൂത്ത്. നല്ല മിൽക്ക് ഷേക്ക് പോലെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സർവിങ് ഡിഷിലാക്കിയിട്ട് കുടിക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്മൂത്തി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഹെൽത്ത് ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല പാട്ട് കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ഈ ഹെൽത്ത് മിക്സ് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം. സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം എത്രയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതനുസരിച്ച് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സ്വീറ്റ്നെസ് വേണോ അതോ നോർമലായിട്ട് സ്വീറ്റ്നെസ് ഇല്ലാത്തത് വേണോ എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്താൽ അതനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.